ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ബിന്ദുസ് ടെറസ് ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ടെറസിൻ്റെ മുകളിലേക്ക് വന്നത്. കാരണം കാലിനൊരു ഫ്രാക്ചറായിട്ട് നമ്മൾ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. പിന്നെ അത് തന്നെയല്ല, ഡൽഹിയിൽ ഇപ്പോൾ എന്നും മഴയായ കാരണം മുകളിലേക്ക് വരാൻ മേലെ എല്ലാം നെറ്റേന്ന് പൊട്ടി താഴെ വീണും പിന്നെ കുരങ്ങ് വന്ന് കുറേ ശല്യപ്പെടുത്തി എല്ലാ പടാലങ്ങിയൊക്കെ കൊണ്ടുപോയി. ഇപ്പം മനസ്സ് മടിച്ചു പോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് കുറച്ച് തോരിയൊക്കെ പറിക്കാനുണ്ടായിരുന്നു. തോരി ഇഷ്ടം പോലെ ഉണ്ടായി. നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറിച്ചു. എന്നാലും ഇപ്പൊ കുറച്ച് തോരി പറിക്കാണ്ട്. അപ്പൊ അതെല്ലാം അതിന്റെ വിശേഷങ്ങളിൽ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് കണ്ടോ, തോരി കണ്ടോ, ഇത്രയും നീളമുള്ള തോരി. ഇതിലും വലുതാവും. ഇതിപ്പോ ഇതിനകത്തൊരു കുരു പോലും വന്നിട്ടില്ലായിരിക്കും. അത് ഒരു പ്രത്യേക തരം തോരിയാണ്. ഇഷ്ടം പോലെ ഉണ്ടായി കേട്ടോ. ഒന്ന്, രണ്ട്, മൂന്ന്. ഇനി നമുക്ക് അങ്ങേ സൈഡിലുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ നാടൻ പീച്ചിങ്ങയും ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് മൂന്നാലഞ്ചെണ്ണത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് വലിപ്പം വയ്ക്കുന്നില്ല. ഇതിപ്പോൾ കുഞ്ഞതാണ്. ഇതുപോലത്തെ 2-3 നമ്മൾ ഇതിനു മുമ്പേ പറിച്ചിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ഇന്ന് തോരി പറിച്ചിട്ട്, പയറും ഉണ്ട്. പക്ഷെ പയറിലെല്ലാം അപ്പടി മുഞ്ഞ പിടിച്ചിട്ട് പയറ് ഒന്നും പറ്റാത്തൊരവസ്ഥ. നമുക്ക് തോരി ഇത്ര. ഇതിനകത്ത് കുരു ഒന്നുമില്ല. ഇതിൽ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലും നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ ആകെ നല്ല സ്പോഞ്ചാ. കാരണം ഇത് വലുതാകുന്ന ടൈപ്പിലെയാണ്. നമുക്ക് അപ്പുറം ഒരെണ്ണമുണ്ട്. നമുക്ക് പറയാം, ഇവിടെ ഉണ്ടായിരുന്നു തോരി. ഇത് കണ്ടോ, നമുക്ക് അതും പറിക്കാം. പിന്നെ ഇത് നമ്മുടെ മുരിങ്ങയൊക്കെ ഉണ്ടായിട്ട് ഇതുണ്ട്, മുരിങ്ങ കിടക്കുന്നു. അത് മൂത്ത് പറിക്കാറായിട്ടുണ്ട്. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് പറിക്കാം. മുരിങ്ങ വന്ന് കുരങ്ങൊടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാം രണ്ടാമത് പൊട്ടിക്കിളുത്തായത്. ഇതിന്റെ ഈ മുരിങ്ങയുടെ കമ്പയിലേക്ക് ഉണ്ടല്ലോ, ഈ പയറിന്റെ വള്ളി കയറിയത് കാരണം മുരിങ്ങയുടെ കമ്പെല്ലാം പടന്നു കിടക്കുവാണ്. പക്ഷെ അതിലെല്ലാം കായുണ്ട് നിറച്ച് കേട്ടോ. നമ്മുടെ ചെങ്കതലി നമ്മൾ നട്ടില്ലായിരുന്നോ, അതേ കണ്ടോ, വണ്ണം വെച്ചു വാഴ മുകളിലേക്ക് പോയിട്ടുണ്ട്. മുകളില് ഇല ഇങ്ങനെ കൂമ്പ് വന്ന് വിരിഞ്ഞ് വരുന്നുണ്ട്. അതിന് 2 വിത്തും ഉണ്ടായി കണ്ടോ, 2 വിത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മളിത് കുലച്ച് കഴിഞ്ഞാൽ സാധാരണ വിത്ത് പറിക്കുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് ഇതിനെ പറിച്ച് നടാൻ. അത് ഏതായാലും കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. മഴ പെയ്തിട്ടും അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ തോരി ഉണ്ടായതെല്ലാം കണ്ടോ, ഈ ഒരു ഒറ്റ ചുവടാണ്. ഒരു തോരിയുടെ വിത്ത് ഞാൻ കൊണ്ടിട്ടതാണ്. ഈ ഒരു ചുവടിൽ നിന്നാണ് ഉണ്ടായതല്ല. ഇഷ്ടംപോലെ തോരി ഉണ്ടായി. കണ്ടോ തോരി, ഇതൊക്കെ ചെറുതാതെ നമുക്ക് പിന്നെ പറിക്കാറാവുന്നതാണ്. ഇത് ഈ തോരിയുടെ വള്ളി ഉണ്ടല്ലോ, ഇതിന്റെ പുറത്ത് പോയിട്ട് അവിടെ കിടന്ന് തോരി ഉണ്ടായി, അവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ എടുത്തിട്ടില്ല. കാരണം വിത്തിന് വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ കിടന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് നമ്മൾ എടുത്തിട്ടില്ല. കാരണം ഇതിന്റെ വള്ളി അങ്ങ് പടന്നു പോയായിരുന്നു. നമ്മൾ ഒരുപാട് പറിച്ചു കണ്ടത്. എന്നിട്ടും ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഈ സാധനം. ഇത് നമ്മൾ പീച്ചിങ്ങൻ പരിപ്പും വയ്ക്കുന്ന പോലെ ചുവന്ന പരിപ്പ് ഇട്ടിട്ട് ഇച്ചിരി തേങ്ങ ജീരകം അരച്ച് വയ്ക്കാഞ്ഞുണ്ടല്ലോ, പീച്ചിങ്ങൻ പരിപ്പും വയ്ക്കുന്ന പോലെ നല്ല ടേസ്റ്റ്. എരിശ്ശേരി പോലെ വയ്ക്കാൻ നല്ലതായത്. വെളുത്തുകാർ ചപ്പാത്തിക്കറി വയ്ക്കും. നമുക്ക് തോരി എത്ര ഉള്ളത് കണ്ടതേ, മുഞ്ഞ ഇതുണ്ടോ ഉണ്ടാകുന്ന പയറയിലെല്ലാം ഇത് കണ്ടതേ. ഇത് കണ്ടോ, പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. കണ്ടോ, പയറുണ്ടാകാൻ തുടങ്ങും, മുഞ്ഞയുടെ ശല്യം തുടങ്ങും. കണ്ടോ, ഇത് കാരണം നമുക്കിത് എടുക്കാൻ തോന്നുന്നില്ല. നമുക്ക് അറപ്പ് വരും ഇത് കാണുമ്പോൾ. മൊത്തം മുഞ്ഞയാണ് പയറിൽ. ഇത് കണ്ടോ, ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതായിരുന്നു. അതിനി അതിന്റെ ചുവട്ടിൽ എന്തുണ്ടെന്ന് നമുക്ക് പറിക്കാറായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പറിച്ചില്ല ഇതുവരെ. ഈ നിൽക്കുന്നത് ഇതും എല്ലാം കസ്തൂരി മഞ്ഞളാണ്. കണ്ടോ, വാഴ പോലെ വളർന്നു വരുന്നുണ്ട്. ഇത് കസ്തൂരി മഞ്ഞളാണ്. പിന്നെ നമ്മളിത് പുതിയ ഒരു മുന്തിരിത്തൈ നമുക്ക് കിളുത്തു വന്നുണ്ടായിരുന്നു. നമ്മളത് പറിച്ചത് ഈ ഡ്രമ്മിനകത്തിട്ട് മുന്തിരിത്തൈ നട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ പഴയ മുന്തിരിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല കായ്. അത് കാരണം അതിന് ഈ പ്രാവശ്യം വെട്ടിവിടുകയും ചെയ്യണം. ഇത് പടരട്ടെ എന്ന് വിചാരിച്ചിട്ട് പുതിയൊരു മുന്തിരിയെ നമ്മൾ നട്ടുപിടിപ്പിച്ചേക്കുവാണ്. പിന്നെ ഇപ്പോൾ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസിന്റെ മുകളിൽ എനിക്ക് ഒരുപാട് പണിയുണ്ട്. വയ്യാതിരുന്ന കാരണം ഇത് കണ്ടോ, എല്ലാം താഴെ വീണ് നെറ്റും എല്ലാം പൊട്ടി വല്ലാണ്ട് കിടക്കുക. കാരണം ഈ പയറെല്ലാം ചുവടേന്ന് പറിച്ച് വിട്ട് കളഞ്ഞെങ്കിൽ അത് ആ മുഞ്ഞ അതിൽ നിന്ന് പോകുള്ളൂ. എന്നിട്ട് പിന്നെ അത് വലിച്ചു കളയണം. കാരണം അതായിട്ട് വലിച്ചു കളയാൻ പറ്റില്ല. അത് കുമ്പളം പടവലും എല്ലാം അതേ പടന്ന് കിടക്കുക. അപ്പോൾ കുമ്പളം ഇപ്പോൾ പൂവിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പറിക്കുമ്പോഴത്തേക്ക് അതിനെന്തെങ്കിലും പറ്റിയാലോ എന്ന് പേടിച്ചിട്ട് ഇരിക്കുക. പക്ഷെ അവിടെ ചെന്ന് നിൽക്കാൻ പോലും പറ്റത്തില്ല മുഞ്ഞ കാരണം. ഒന്ന് ഒറ്റയൊക്കെ മാത്രം മുഞ്ഞയില്ലാതെ നമുക്ക് കിട്ടും. കറുത്ത പയറെല്ലാം
പക്ഷെ നമുക്ക് മറ്റേ പിടിപ്പയർ കുറച്ചൊക്കെ കിട്ടിയായിരുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ 1-2 പ്രാവശ്യം കിട്ടി. പക്ഷെ അല്ലാതെ ഒന്നും കിട്ടിയില്ല. നമ്മുടെ വാഴ കണ്ടോ, നമ്മുടെ വാഴ ദേ ഇവിടം വരെ എത്തിയതേ കണ്ടോ, നമ്മുടെ വാഴ അങ്ങ് പൊക്കത്തിലെത്തി കണ്ടോ. ഓരോ കൊമ്പ് വിരിഞ്ഞ് വിരിഞ്ഞ് വരും. ഈ കാറ്റ് കാരണം ഈ ഇലയെല്ലാം ഇങ്ങനെ പൊട്ടിപ്പോണം കണ്ടോ. ഇത് കൊലയ്ക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കുവാണ്. കൊലച്ചാൽ അയ്യപ്പസ്വാമിക്ക് കൊടുക്കും നമ്മൾ കൊല. ആ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വീഡിയോ നിർത്താം. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത് കണ്ടോ. അപ്പം നമുക്ക് ഇത്രയും ഇത് കിട്ടി, തോരി കണ്ടോ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം. കാരണം ഒരുപാട് തോരി പറിച്ചിട്ട് ആരും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഇത് നമുക്ക് ഇപ്രാവശ്യം കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ തന്ന ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. ഇന്നത്തെ കാര്യം മഴ കൊണ്ട് മുകളിലേക്ക് വരാൻ മേലായിരുന്നു. 2 ദിവസമായുള്ളൂ വെയിൽ തെളിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്.